1908 സെപ്റ്റംബർ 17. വിമാനങ്ങൾ മനുഷ്യരാശിക്കൊരു പുതിയ ലോകം തുറന്നു കൊടുത്തിരുന്ന കാലം. ആകാശത്ത് പറക്കുന്ന എന്നത് എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു. എന്നാൽ അന്നൊരു ദിവസം വിമാന ചരിത്രത്തിലെ ഏറ്റവും ദുരന്തകരമായ ഒരു അധ്യായം ആരംഭിച്ചു. ഒരു പരീക്ഷണ വിമാനം ആകാശത്ത് നിന്ന് തകർന്നു വീണു. വിമാനത്തിൻ്റെ പൈലറ്റായിരുന്നു ഓർവില്ലെ റൈറ്റ്. ഗുരുതരമായി അദ്ദേഹത്തിന് പരിക്കേറ്റു. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവ സൈനിക ഉദ്യോഗസ്ഥന് ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. വിമാന ചരിത്രം പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് റൈറ്റ് ബ്രദേഴ്സിനെ കുറിച്ചാണ്. ഓർവില്ലെ റൈറ്റും വിൽബർ റൈറ്റും മനുഷ്യന് നിയന്ത്രിതമായി പറക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു ലക്ഷ്യം. 1908 അമേരിക്കയിൽ ആർമി സൈനിക ആവശ്യങ്ങൾക്കായി ഒരു വിമാനം പരീക്ഷിക്കാൻ റൈറ്റ് ബ്രദേഴ്സിനെ ക്ഷണിച്ചു. വിർജീനിയയിലെ ഫോർട്ട് മേയറിലായിരുന്നു പരീക്ഷണ പ്രധാന കേന്ദ്രം. 1908 സെപ്റ്റംബർ 3 മുതൽ ഒലിവർ റൈറ്റും നിരവധി പരീക്ഷണ പറക്കലുകളും നടത്തി. ആദ്യ ദിവസങ്ങളിൽ എല്ലാം വിജയകരമായിരുന്നു. വിമാനം കൂടുതൽ സമയം ആകാശത്ത് തുടരുകയും യാത്രക്കാരെ കൊണ്ട് പറക്കുകയും ചെയ്തു. എന്നാൽ സെപ്റ്റംബർ 17 കാര്യങ്ങൾ മാറിമറിഞ്ഞു. അന്നത്തെ പരീക്ഷണ പറക്കലിൽ ഒലിവർ റൈറ്റിനൊപ്പം യാത്ര ചെയ്യാനെത്തിയിരുന്നത് ലഫ്റ്റനൻറ്റ് തോമസ് എതോളൻ സെൽഫ്രിഡ്ജ്. അമേരിക്കൻ ആർമി സിഗ്നൽസ് കോർപ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു സെൽഫ്രിഡ്ജ്. വിമാനം സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ഏരിയൽ എക്സ്പെരിമെൻ്റ് അസോസിയേഷനുമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിനാൽ തന്നെ പുതിയ വിമാനം സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നതിൽ സെൽഫ്രിഡ്ജിന് വലിയ ആവേശമായിരുന്നു. അന്ന് അദ്ദേഹം ഒലിവർ റൈറ്റിനൊപ്പം പാസഞ്ചറായി വിമാനത്തിൽ കയറി. ആർക്കും അറിയില്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയായിരുന്നു എന്ന്. വൈകുന്നേരം ഏകദേശം 5:14 ഒലിവർ റൈറ്റ് വിമാനം പറന്ന് തുടങ്ങി. റൈറ്റ് ഫയർ ആകാശത്ത് ഉയർന്നു. വിമാനം ഏകദേശം 150 അടി ഉയരത്തിൽ പറക്കുകയായിരുന്നു. ആദ്യത്തെ കുറച്ച് ചുറ്റലുകൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. പക്ഷേ പിന്നീട് വിമാനത്തിൽ നിന്ന് അസാധാരണമായ ഒരു ശബ്ദം കേട്ടു. ഒരു പ്രൊപ്പല്ലർ ബ്ലേഡിൽ പ്രശ്നമുണ്ടായി. അത് പൊട്ടിപ്പോയി. പ്രൊപ്പല്ലറിൻ്റെ തകരാർ വിമാനത്തിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളെ ബാധിച്ചു. വിമാനം പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടുത്തി. ഓർവില്ലെ റൈറ്റ് വിമാനം രക്ഷിക്കാൻ ശ്രമിച്ചു. എഞ്ചിൻ ഓഫ് ചെയ്ത് വിമാനം താഴേക്ക് ഗ്ലൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ വിമാനത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. അത് മുന്നോട്ട് കുത്തനെ താഴേക്ക് പതിച്ചു. റൈറ്റ് ഫയർ നിലത്തേക്ക് നോസ് ഫസ്റ്റായി ഇടിച്ചിറങ്ങി. അപകടത്തിൽ വിമാനം പൂർണ്ണമായും തകർന്നു. ഓർവില്ലെ റൈറ്റ് ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തിന് കാലിനും വാരിയിലിനും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായി. പക്ഷേ തോമസ് സെൽഫ്രിഡ്ജിൻ്റെ സ്ഥിതി അതിലും ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. സെൽഫ്രിഡ്ജ് ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അപകടത്തിന് ഏതാനും മണിക്കൂറുകളിനുള്ളിൽ തന്നെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. തോമസ് സെൽഫ്രിഡ്ജ് പവേർഡ് എയർഫോൺ ക്ലാഷിൽ മരിച്ച ആദ്യ വ്യക്തിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഇതൊരു സാധാരണ വിമാനാപകടമല്ലായിരുന്നു. വിമാനങ്ങൾ ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലായിരുന്ന കാലമായിരുന്നു അത്. സുരക്ഷാ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ വികസിച്ചിരുന്നില്ല. ഇന്നത്തെ വിമാനങ്ങളിൽ കാണുന്ന പല സുരക്ഷാ സംവിധാനങ്ങളും അന്നുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് ഹെൽമെറ്റ്സ് പോലെ സംരക്ഷണ ഉപകരണങ്ങൾ സാധാരണമായിരുന്നില്ല. ഈ അപകടം ഏവിയേഷൻ സേഫ്റ്റിയുടെ ആവശ്യകതയെ ലോകത്തിൻ്റെ കൂടുതൽ വ്യക്തമായി കാണിച്ചു. വിമാനത്തിൽ ഓരോ ഭാഗവും എത്രത്തോളം ശക്തവും വിശ്വസനീയമായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഉത്തരങ്ങൾ അപകടങ്ങളിൽ വലിയ പ്രാധാന്യം നൽകി. 1908 സെപ്റ്റംബർ 17 ആ ദിവസം തോമസ് സെൽഫ്രിഡ്ജിൻ്റെ ജീവിതം അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഏവിയേഷൻ ഹിസ്റ്ററിയിലെ ഒരു നിർണായക വഴിത്തിരിവായി. ഇന്ന് നാം വിമാനത്തിൽ കയറുമ്പോൾ സുരക്ഷ പരിശോധിക്കാൻ സീറ്റ് ബെൽറ്റ്സ്, ഹെൽമെറ്റ്സ്, അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് സിസ്റ്റംസ്, കൗണ്ട്ലെസ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഇവയെല്ലാം നമുക്ക് സാധാരണ കാര്യങ്ങളാണ്. പക്ഷേ അന്ന് ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ അസാധാരണമായ കഴിവുകേട് കൊണ്ട് തോമസ് സെൽഫ്രിഡ്ജിന് തൻ്റെ ജീവൻ ഒരു പരീക്ഷണമായി വെടിയേണ്ടി വന്നു. ഇതായിരുന്നു വിമാനാപകടങ്ങളിലെ 4ാമത്തെ ഏറ്റവും വലിയ അപകടമായി രേഖപ്പെടുത്തിയത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.